ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതിശക്തമായ പ്രാർത്ഥനയാണിത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാപിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി, ആത്മീയ ഉണർവിനെപ്പറ്റി അവരെന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യൂത്തിന് എവിടെല്ലാം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവിടെല്ലാം അവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രാർത്ഥന അതിശക്തമാണ്. ഈ പ്രാർത്ഥന എന്താണ്? ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവാത്മാവിൽ പറയുന്നു, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയുന്നു, ഒരു വചന കൂടാരത്തിൽ ദൈവശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അഭിഷേകത്തിൽ പറയുകയാണ്, ഈ പ്രാർത്ഥന നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിനൊരു ഉത്തരം കിട്ടിയിരിക്കും. ആമേൻ. അത് ഈ പ്രാർത്ഥന അത്രയും ശക്തമാണ്, അത്രയും. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. ഇത് ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പറഞ്ഞുകൊണ്ട് നടന്നോണം, എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. ഈശോയെ, എൻ്റെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പറയണം, ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പറഞ്ഞുകൊണ്ട് നടക്കുക. കാരണം ഇത് ഈശോ കേൾക്കാൻ കൊതിക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ചോദിച്ചു. ഓരോ തവണയും പത്രോസ് അത് പറയുമ്പോൾ കർത്താവ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ്, ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് ആ പ്രാർത്ഥനയെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ജീസസ് മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ജീസസ് മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ഇനി ഇംഗ്ലീഷിൽ പറയണം, ഐ ലവ് യു എന്ന് പറയണമെങ്കിൽ ഇത് പ്രാർത്ഥിച്ചു, ജീസസ് മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ഇത് അതിശക്തമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, മറ്റൊരു പ്രേരണ, മറ്റൊരു പ്രചോദനം ഇന്ന് കിട്ടുന്നത്, ആരാധിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഹല്ലേലൂയ.